Fireboltt Terminator എന്ന് വെച്ചാൽ 12 മണിക്ക് 1999 രൂപ സ്പെഷ്യൽ ലോഞ്ച് ഓഫറിൽ ഫ്ലിപ്കാർട്ടിൽ ഫസ്റ്റ് സെയിലിന് എത്തിയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു വാച്ച് ആര് വാങ്ങിക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്ന് ഫയർബോൾട്ടിൻ്റെ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഒരു സ്മാർട്ട് വാച്ച് നോക്കിക്കൊണ്ടിരിക്കുന്നവർ, അല്ലെങ്കിൽ 2000 രൂപയ്ക്കുള്ളിൽ ഒരു ബ്ലൂടൂത്ത് കോളിംഗ് ടെക്നോളജി ഉള്ള ഒരു സ്മാർട്ട് വാച്ച് നോക്കിക്കൊണ്ടിരിക്കുന്നവർ, അതുപോലെ തന്നെ ഡിസ്പ്ലേ അത്യാവശ്യം വലിയ ഡിസ്പ്ലേ ആഗ്രഹമുള്ള ആൾക്കാർ, ഇത്രയും ആൾക്കാർക്ക് ഈ ഒരു ടെർമിനേറ്റർ കൺസിഡർ ചെയ്യുന്നതിൽ വലിയ തെറ്റില്ല എന്നേ പറയാൻ പറ്റത്തുള്ളൂ. എന്നാലും ഈ ഒരു വീഡിയോ പൂർണ്ണമായും കാണുവാണെങ്കിൽ സ്പെക് വൈസ് നമ്മളിത് വാങ്ങിച്ചാൽ വർത്ത് ബൈങ് ആകോ ഇല്ലയോ എന്ന് നിങ്ങൾക്ക് മനസ്സിലാവുന്നത്. കൂടാതെ ഈ ഒരു പ്രോഡക്റ്റിൻ്റെ അൺബോക്സിംഗ് ആൻഡ് ഓവ്യൂ നമ്മുടെ ചാനലിൽ കാണാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ ഈ വീഡിയോയുടെ കമൻറ്റായിട്ട് ഇടുവാണെങ്കിൽ ഞാനും ഒന്ന് ഈ ഒരു 1999 രൂപയ്ക്ക് അങ്ങോട്ട് വാങ്ങിച്ചിട്ട് അൺബോക്സ് ചെയ്യാനാണ്. മേ ബി ഇതിൻ്റെ വില 2499 അല്ലെങ്കിൽ 2999 ആകാൻ ചാൻസ് കൂടുതലാണ് കേട്ടോ. എന്തായാലും മറ്റുള്ള കാര്യങ്ങളിലേക്ക് ഇട്ടുണ്ടെങ്കിൽ ഞാൻ ഓൾറെഡി പറഞ്ഞു 1.99 ഇഞ്ചിൻ്റെ ലാർജ് ഡിസ്പ്ലേ ആണ് നമുക്ക് ഇതിനകത്ത് വരിക. കൂടാതെ 240x283 പിക്സൽസ് ആണ് ഡിസ്പ്ലേ റെസൊല്യൂഷൻ. അതുപോലെ തന്നെ 500 നിറ്റ്സിൻ്റെ പീക്ക് ബ്രൈറ്റ്നസ് നമുക്ക് ഇതിനകത്ത് അവൈലബിൾ ആണ്. 500, 550, 600 ഇതൊക്കെ തന്നെ അത്യാവശ്യം നല്ല ബ്രൈറ്റ്നസ് ആണ്. അതുകൊണ്ട് തന്നെ നല്ല സണ്ണി ഡേയ്സിൽ പോലും നമ്മളിത് ഒരു 500 നിറ്റ്സിലൊക്കെ ഇടുവാണെങ്കിൽ നല്ല വിസിബിൾ ആയിരിക്കും ഡിസ്പ്ലേ എന്നുള്ളതിൽ വേറൊരു സംശയമല്ല. പക്ഷേ 100% ബ്രൈറ്റ്നസ് ഇടുമ്പോഴത്തേക്ക് ബാറ്ററി പെട്ടെന്ന് ഡ്രെയിൻ ആവും. അത് മറ്റൊരു കാര്യമാണ് കേട്ടോ. പിന്നെ ഈ ഒരു ഡിസ്പ്ലേ കുറിച്ച് കൂടുതൽ അങ്ങോട്ട് പറയുകയാണെങ്കിൽ ഇവർ തന്നെ ആ ഒരു ഫോട്ടോ നമുക്ക് കാണിച്ചു തരുന്നുണ്ട്. അതായത് 1.69 ഇഞ്ചിൻ്റെ ആ ഒരു ഡിസ്പ്ലേ എങ്ങനെയായിരിക്കും, അതുപോലെ തന്നെ 1.85 ഇഞ്ചിൻ്റെ ഡിസ്പ്ലേ, കൂടാതെ നമ്മുടെ 1.99 ഇഞ്ചിൻ്റെ ഡിസ്പ്ലേ ഏരിയയാണ് ആക്ച്വലി നമുക്ക് കൂടുതലായിട്ട് വരുന്നത്. അതായത് ബെസൽസ് കുറവായിരിക്കും, പക്ഷേ വാച്ചിൻ്റെ സൈസ് എല്ലാം സെയിം ആയിരിക്കും. അതുകൊണ്ട് തന്നെ നിങ്ങൾ ഈ ഒരു 1.99 ഇഞ്ച് എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മുടെ ഡിസ്പ്ലേയുടെ ഡയൽ സൈസ് വലുതാകുമെന്ന് പ്രതീക്ഷിക്കേണ്ട. ഡയൽ സൈസ് സെയിം ആയിരിക്കും, പക്ഷേ ആ ഒരു ഡിസ്പ്ലേ ഏരിയ എന്ന് പറയുന്നത് ബെസൽസ് കുറഞ്ഞിട്ട് നല്ല രസമായിരിക്കും അത് കാണാനായിട്ട്. അത് തന്നെയാണ് ഇതിൽ എടുത്ത് പറയേണ്ട ഒരു സവിശേഷത എന്നത്. പിന്നെ ഇതിനകത്ത് നമുക്ക് ബ്ലൂടൂത്ത് കോളിംഗ് ടെക്നോളജി ഉണ്ട്. നമുക്ക് കോൾ വിളിക്കാനും ഡയൽ ചെയ്ത് കോൾ വിളിക്കാം, അതുപോലെ തന്നെ കോൾ വരുമ്പോഴത്തേക്ക് കോൾ എടുത്തിട്ട് സംസാരിക്കാൻ പറ്റും. കൂടാതെ നമുക്ക് എന്താ പറയുക, കോൺടാക്ട് സിങ്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് നമുക്ക് കുത്തിയിട്ട് അവരെ വിളിക്കാനും ഒക്കെ സാധിക്കുന്ന ആ ഒരു സംവിധാനം ഇതിനകത്ത് നമുക്ക് അവൈലബിൾ ആണ്. കൂടാതെ നമുക്ക് ഇതിനകത്ത് ബ്ലൂടൂത്ത് കോളിംഗ് ടെക്നോളജി ഉള്ളതുകൊണ്ട് തന്നെ ആ ഒരു ഇൻബിൽറ്റ് മൈക്കും സ്പീക്കറും ഒക്കെ ഉള്ളതുകൊണ്ട് തന്നെ വോയിസ് അസിസ്റ്റൻസ് നമുക്ക് ഇതിനകത്ത് അവൈലബിൾ ആണ്. കൂടാതെ 120+ സ്പോർട്സ് മോഡ്സ് നമുക്ക് ഇതിനകത്ത് അവൈലബിൾ ആണ്. പിന്നെ ഡീകോഡിംഗ് സ്റ്റൈലിംഗ്, സ്ലീക്ക് ഡിസൈൻ ആണ് ഇതിനകത്ത്. അതായത് അത്യാവശ്യം നല്ല തിന്നും സ്ലീക്കും ആയിട്ടുള്ള ഒരു ഡിസൈനാണ് നമുക്ക് ഇതിനകത്ത് കാണാൻ സാധിക്കുന്നത്. കൂടാതെ മറ്റുള്ള എല്ലാ സ്മാർട്ട് വാച്ചുകളും ഉള്ള പോലെ തന്നെ SpO2, ഹാർട്ട് റേറ്റ് മോണിറ്ററിംഗ്, സ്ലീപ്പ്, ബ്രത്ത് എല്ലാം തന്നെ നമുക്ക് ഇതിനകത്ത് അവൈലബിൾ ആണ്. IP68 വാട്ടർ റെസിസ്റ്റന്റ് ആണ് ഇതിനകത്ത് അവൈലബിൾ ആയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ അത്യാവശ്യം നല്ല ഡ്രസ്സിങ്ങിലും അല്ലെങ്കിൽ വർക്കൗട്ടൊക്കെ ചെയ്യുമ്പോഴത്തേക്കും നമ്മൾ ഉപയോഗിച്ചാൽ അങ്ങനെ വലിയ പ്രശ്നങ്ങളെ ഉണ്ടാവാൻ ചാൻസ് ഇല്ല. പിന്നെ ഞാൻ എപ്പോഴും പറയുന്ന പോലെ തന്നെ നമ്മൾ വാട്ടർ ഡാമേജ് വന്നു കഴിഞ്ഞാൽ 1 വർഷം ഇതിന് വാറണ്ടി ഉണ്ടെങ്കിലും വാറണ്ടി ക്ലെയിം ചെയ്ത് കിട്ടാൻ വളരെ പാടാണ്. കൂടാതെ സ്മാർട്ട് നോട്ടിഫിക്കേഷൻസ്, നമ്മുടെ മൊബൈൽ ഫോണിൽ വരുന്ന നോട്ടിഫിക്കേഷൻസ് എല്ലാം തന്നെ നമ്മുടെ മൊബൈലിൽ കാണാനുള്ള സംവിധാനം. ഇതൊക്കെ തന്നെ എല്ലാത്തിലും ഉള്ളതാണ്, കൂടുതൽ പറയേണ്ട ആവശ്യമില്ല. പിന്നെ ഭയങ്കര സ്ട്രെസ് ആണെങ്കിൽ ആ സ്ട്രെസ് കളയാൻ വേണ്ടി ഇൻബിൽറ്റ് ഗെയിംസ് നമുക്ക് ഇതിനകത്ത് അവൈലബിൾ ആണ്. അതുപോലെ തന്നെ സ്ട്രെസ് എന്ന് മാത്രമല്ല, സമയം പോകാൻ വേണ്ടിയും ഈ ഒരു ഗെയിം ഒക്കെ വേണമെങ്കിൽ കളിച്ചുകൊണ്ടൊക്കെ ഇരിക്കാം, അതിലും വേറെ പ്രശ്നമൊന്നുമില്ല കേട്ടോ. പിന്നെ 100+ ക്ലൗഡ് ബേസ്ഡ് വാച്ച് ഫേസസ് നമുക്ക് ഇതിനകത്ത് അവൈലബിൾ ആണ് കേട്ടോ. പിന്നെ ഞാൻ എപ്പോഴും പറയുന്ന പോലെ തന്നെ നമ്മുടെ ഇഷ്ടം ഒരു ഫോട്ടോ അല്ലെങ്കിൽ നമ്മുടെ ഇഷ്ടമുള്ള ഒരാളുടെ ഫോട്ടോ ഇടുവാണെങ്കിൽ ഒരു 100+ എന്നുള്ള 1000+ ആണെങ്കിൽ പോലും നമ്മളത് നോക്കാനേ പോകുന്നില്ല. അതുകൊണ്ട് തന്നെ അതൊന്നും കൂടുതൽ നമ്മൾ എന്താ പറയുക, അതിലൊന്നും ബോധറാവേണ്ട ആവശ്യമില്ല. പിന്നെ മ്യൂസിക് കൺട്രോൾ ചെയ്യാൻ പറ്റും, ക്യാമറ കൺട്രോൾ ചെയ്യാൻ പറ്റും, വെതർ അപ്ഡേറ്റ്സ് കിട്ടും, ഫ്ലാഷ് ലൈറ്റ് ഉണ്ട്. അപ്പോൾ അത്രയും കാര്യങ്ങളാണ് നമുക്ക് ഈ ഒരു ഫയർബോൾട്ടിൻ്റെ ടെർമിനേറ്ററിൽ ബേസിക് ആയിട്ട് പറയാൻ പറ്റുന്ന കുറച്ച് കാര്യങ്ങൾ എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു വാച്ച് 1999 വർത്ത് ആകോ ഇല്ലയോ നിങ്ങൾ ചോദിക്കണമെങ്കിൽ ഉറപ്പായിട്ടും സ്പെക് വൈസ് കുഴപ്പമില്ല. ഞാൻ പ്രത്യേകിച്ച് എടുത്ത് പറയുന്നത് ഫയർബോൾട്ടിൻ്റെ ഒരു ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഒരു സ്മാർട്ട് വാച്ച് വേണം. കൂടാതെ ഡിസ്പ്ലേ അത്യാവശ്യം വലുതായിരിക്കണം, ബ്ലൂടൂത്ത് കോളിംഗ് ടെക്നോളജി ഉള്ള സ്മാർട്ട് വാച്ച് വേണം, 2000 രൂപയ്ക്കുള്ളിലായിരിക്കണം എന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഇതിലേക്ക് പോകുന്നതിൽ വലിയ പ്രശ്നമൊന്നുമില്ല. പിന്നെ മെറ്റൽ ബോഡി കൂടെ ആയിരുന്നെങ്കിൽ 1999 കണ്ണും കൂട്ടി വാങ്ങിക്കാം എന്നെനിക്ക് പറയായിരുന്നു. പക്ഷേ ഇപ്പോൾ അതങ്ങനെ പറയാൻ പറ്റില്ല. എന്നാൽ പോലും കുഴപ്പമില്ല, 1999 ഞാൻ ഇത്രയും പറഞ്ഞ കാര്യങ്ങൾ വേണമെങ്കിൽ ഉറപ്പായിട്ടും വാങ്ങിക്കുന്നതിൽ ഒരു പ്രശ്നമില്ലെന്ന് ഞാൻ പറഞ്ഞത്. എന്നാലും ഈ ഒരു വീഡിയോയിലൂടെ ഫയർബോൾട്ട് ടെർമിനേറ്ററിനെ കുറിച്ചിട്ടുള്ള ഏകദേശ ധാരണ നിങ്ങൾക്ക് ലഭ്യമായി എന്ന് വിശ്വസിക്കുന്നു. കൂടാതെ ഈ ഒരു വാച്ചിൻ്റെ സ്ട്രാപ്പുകൾ ഉറപ്പായിട്ടും നമ്മുടെ DeepZstore വന്നു കഴിഞ്ഞാൽ, ഇൻസ്റ്റോളുള്ള DeepZstore വന്നു കഴിഞ്ഞാൽ മറ്റുള്ള എല്ലാ കൊമേഴ്സ് വെബ്സൈറ്റുകളിൽ കിട്ടുന്നതിനേക്കാളും കാശ് കുറച്ചിട്ട് അവിടെ നിന്ന് അങ്ങോട്ട് വാങ്ങിക്കാവുന്നതാണ്. സോ ഇതെന്നുള്ളതല്ല, ഏതൊരു സ്മാർട്ട് വാച്ച് നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിലും ഉറപ്പായിട്ടും വാച്ചിൻ്റെ സ്ട്രാപ്പുകൾ ഉണ്ടെങ്കിൽ അവിടെ ഒന്ന് ചെക്ക് ഔട്ട് ചെയ്യുക. ഏതായാലും ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഉറപ്പായിട്ടും നമ്മുടെ ഫാമിലിയായിട്ടും ഫ്രണ്ട്സോട്ടോ ജസ്റ്റ് ഷെയർ ചെയ്യുക. കൂടാതെ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കണ്ട. ഇനി സബ്സ്ക്രൈബ് ചെയ്തിട്ടെങ്കിൽ ഉറപ്പായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോ കാണുമായിരിക്കും. ബൈ.